ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മഷ്റൂമും ഗ്രീൻ പീസും കൂടെ വെച്ച് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മഷ്റൂം ഗ്രീൻ പീസ് മസാല റെഡിയാക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മഷ്റൂം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഷ്രൂം ഭൂമിയുടെ 200 ഗ്രാംസ് ഓർഗാനിക് മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഷ്റൂമാണ്. ഈ മഷ്റൂം വേണ്ടവർ സ്ക്രീനിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. മഷ്റൂം എല്ലാം ഇവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മഷ്റൂം നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് നമ്മൾ കത്തിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈ വെച്ചതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിലോട്ട് പിടിക്കാനുള്ള അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് 4 വിസിൽ വരുത്തി നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വരുത്തി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. 4 സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള എല്ലാം ഒന്ന് വഴഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. സവാളയെല്ലാം ഒന്നുകൂടെ ഒന്ന് വഴറ്റി കളറൊന്ന് മാറി വരണം. സവാളയെല്ലാം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്താലാണ് നമുക്ക് മഷ്റൂം റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. 1 പീസ് ഇഞ്ചിയും 10 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ്. ഇത് റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയെ ഇനി നന്നായി തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ തക്കാളി നന്നായി തന്നെ വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാലൻസുള്ള പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് എരിവ് കുറവായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ മസാലകളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലോട്ട് ഈ സമയം അല്പം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിലേക്ക് പിടിക്കാനുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു മഷ്റൂമിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാണ്. മസാല എല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മഷ്റൂമിലുള്ള വെള്ളമെല്ലാം കുറച്ച് ഇതിലോട്ട് ഇറങ്ങി വരും. ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ള വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. മഷ്റൂമിലുള്ള വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. മഷ്റൂമെല്ലാം ഒന്നുകൂടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിനുള്ളിൽ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും മഷ്റൂം എല്ലാം നന്നായി തന്നെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 8 മിനിറ്റ്സും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് മൂടിയും തുറന്ന് നോക്കാം. ഇപ്പോൾ മഷ്റൂം എല്ലാം നന്നായി കുക്കായി, മസാലയെല്ലാം മഷ്റൂമിൽ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് ഗ്രീൻ പീസ് കുക്ക് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഗ്രീൻ പീസ് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് കുക്കായി വരണം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 2 മിനിറ്റ്സ് കൂടെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും ഗ്രീൻ പീസിലും മസാല ഫ്ലേവർ എല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. മഷ്റൂമിൻ്റെ കൂടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.